അങ്ങനെ പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. അന്ന് മുതൽ തെരഞ്ഞെടുപ്പ് ചട്ടം നിലവിൽ വന്നു. നമ്മുടെ ഭാഗ്യത്തിനത് അടുത്ത ജൂൺ മാസം 4 or 5 തീയതി വരെ ഭക്തിപൂർവ്വം അത് കൊണ്ടാടും. ഉദ്യോഗസ്ഥർക്കെല്ലാം സന്തോഷമായി. ഏതാണ്ട് 2.5 മാസത്തിന് മുകളിൽ കാര്യമായ പണിയൊന്നും എടുക്കാതെ മാസശമ്പളം കീശയിലാക്കാം. ഏതാണ്ട് ജനുവരി മുതൽ ഇതിനുള്ള മുന്നൊരുക്കമായിരുന്നതിനാൽ പ്രായോഗികമായി നമ്മുടെ 6 മാസം ഉൽപ്പാദനക്ഷമതയില്ലാതെ കടന്നുപോകും. ഇനി ജൂൺ 5-ന് ചട്ടം മാറി പുതിയ സർക്കാർ നിലവിൽ വന്നാലോ? അപ്പോഴേക്കും കേരളത്തിൽ കാലവർഷം ആരംഭിച്ച് 4 മാസക്കാലം ഒരു പണിയും നടക്കാത്ത അവസ്ഥയിലുമാകും. ഒന്നുകൂടി പറയാം, കേരളത്തിൽ അടുത്ത വർഷം നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും തുടർന്ന് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പും കൂടിയാകുമ്പോൾ ഇന്നു മുതൽ 3 വർഷത്തേക്ക് ഈ കൊച്ചു കേരളത്തിൽ ഇനി ഒന്നും നടക്കില്ല. ചിലർക്ക് തിമർത്താടുവാൻ ഒരു തെരഞ്ഞെടുപ്പ് കാലം, നിർമ്മാണ വികസന ബന്ദ് പ്രഖ്യാപിച്ച് ഭരണകൂടത്തിൻ്റെ അവധിക്കാലവും. ഇത് തെറ്റായ ഒരു കീഴ്വഴക്കമല്ലേ? ഈ നിയമങ്ങൾ മാറ്റി എഴുതപ്പെടേണ്ടതല്ലേ? 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രക്രിയ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പൂർത്തീകരിക്കുന്നത് ഏപ്രിൽ 26-നാണ്. അന്നു മുതൽ യഥാർത്ഥത്തിൽ വീണ്ടും 10-40 ദിവസം കിടക്കുകയാണ് വിധിയറിയാൻ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട 40 ദിവസം. ഇലക്ഷൻ പ്രഖ്യാപിച്ച അന്നു മുതൽ തെരഞ്ഞെടുപ്പ് ചട്ടം നിലവിൽ വന്നതിനാൽ കഴിഞ്ഞ 3-4 വർഷം ഉദ്യോഗസ്ഥന്മാരുടെ കൈയും കാലും പിടിച്ച് അവരുടെ പിറകെ നടന്ന് നടപടിക്രമം പൂർത്തിയാക്കി ടെൻഡർ വിളിച്ച പണികൾ പോലും തുടങ്ങാൻ സാധിക്കില്ല. അഥവാ അത് തുടങ്ങിയാൽ ചട്ടലംഘനമാകും. ഒരു മരാമത്ത് പണിക്ക് ഉത്തരവ് കിട്ടി, അതിനാവശ്യമുള്ള റോ മെറ്റീരിയൽസ് മുഴുവൻ ഇറക്കിക്കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. റോ മെറ്റീരിയൽസ് ഇറക്കിയെന്നത് ശരിയാണ്. തൂമ്പ കൊണ്ട് മണ്ണ് മാറ്റുന്ന ജോലി ആരംഭിച്ചിട്ടില്ലെന്ന പേരിൽ ഉദ്യോഗസ്ഥർ അതിനു മുകളിൽ അടയിരിക്കുകയാണ്. കഴിഞ്ഞ 2-3 വർഷത്തെ പല ജനപ്രതിനിധികളുടെയും പരിശ്രമ ഫലമായിട്ടാണ് സംഗതി ഇവിടം വരെ എത്തിയത്. ദേണ്ട് കിടക്കുന്നു. ഇനി ജൂൺ 5-ന് കാണാം എന്ന് വിചാരിച്ചാൽ സാധിക്കുമോ? ഇല്ല. കാരണം അപ്പോഴേക്കും മഴ ആരംഭിക്കും. ഫലം റോ മെറ്റീരിയൽസ് കിടന്ന് നശിക്കാൻ തുടങ്ങും. സാധന സാമഗ്രികളുടെയും വില വർദ്ധിക്കും, പണിക്കൂലിയും വർദ്ധിക്കും. കെട്ടുതാലി വരെ പണയം വെച്ച് കരാർ പണിക്ക് ഇറങ്ങിയവൻ്റെ ജീവിതവും കോഞ്ഞാട്ടയാകും. തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന പുതിയ പ്രഖ്യാപനങ്ങളോ പ്രവൃത്തികളോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ലെന്ന ചട്ടം പൊക്കിപ്പിടിച്ചാണ് ഉദ്യോഗസ്ഥർ ഈ നിലപാട് സ്വീകരിക്കുന്നത്. പണിസാധനങ്ങൾ വരെ പണിസ്ഥലത്തെത്തിയ കാര്യത്തിൽ എന്ത് പുതിയ പ്രഖ്യാപനം, എന്ത് പുതിയ പ്രവൃത്തി? അതുപോകട്ടെ, കേരളത്തിലെ ഒരു ഓണംകേറ മൂലയിലെ 1.5 കിലോമീറ്റർ റോഡ് റീടാർ ചെയ്തുകൊണ്ട് ഒടുവിലത്തെ ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്ന ഛത്തീസ്ഗഡിൽ എന്ത് സ്വാധീനമാണ് ഉണ്ടാകാൻ പോകുന്നത്? അതിൻ്റെ യുക്തിയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. മധ്യവേനൽ അവധിക്ക് സ്കൂൾ അടയ്ക്കുമ്പോൾ കുട്ടികൾക്കുണ്ടാവുന്ന സന്തോഷമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ചില സർക്കാർ ഉദ്യോഗസ്ഥർക്ക്. ഇതിനൊരു മാറ്റമുണ്ടാകണം. ടെൻഡർ കഴിഞ്ഞ് എഗ്രിമെൻ്റ് വെച്ച പണികൾക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ പണിസ്ഥലത്ത് സംഭരിച്ച കേസുകളിലെങ്കിലും പണി ആരംഭിക്കാൻ തടസ്സം നിൽക്കരുത്. ഏപ്രിൽ 26 കഴിഞ്ഞാൽ പുതിയ പണികളുടെ കരാർ ഒപ്പുവയ്ക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ നടത്താനുള്ള നടപടിക്രമങ്ങൾക്ക് അനുവാദം നൽകണം. ഏതാണ് 2.5 മാസം ഭരണം സ്തംഭിക്കുന്ന അവസ്ഥ മാറണം. തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഒരു പ്രഖ്യാപനങ്ങളും ആവശ്യമില്ല. കാലങ്ങളോളം ഗ്രഹപാഠം നടത്തി അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ചില സ്വപ്നങ്ങളിൽ കയറി പൊങ്കാലയിട്ട് നശിപ്പിക്കരുത്. കേരളത്തിൻ്റെ വരുമാനത്തിൻ്റെ 83% ഉപയോഗിക്കുന്നത് ഈ ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിനും അവരുടെ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾക്കുമാണ്. അവരുടെ പ്രവൃത്തി ആര് വിലയിരുത്തുന്നു? ഉദ്യോഗസ്ഥരുടെ പ്രവൃത്തിയിൽ സോഷ്യൽ ഓഡിറ്റിംഗ് അത്യാവശ്യമാണ്. ഏറ്റവും കൗതുകകരം ഇങ്ങനെ ഒരു ചട്ടമോ നിയമമോ ഇല്ല എന്നുള്ളതാണ്. പണ്ടുകാലങ്ങളിൽ എപ്പോഴോ ചില പ്രത്യേക പ്രതിസന്ധി മറികടക്കാൻ ആരോ സൃഷ്ടിച്ച ഒരു കീഴ്വഴക്കം അതേപടി തുടരുന്നു. അതിനിന്ന് കാലികമായ പ്രസക്തി ഉണ്ടോ എന്ന് പോലും ആരും നോക്കുന്നില്ല. ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയാണ് ക്രാന്തദർശിയായ കുമാരനാശാൻ ഒരു പ്രവചനം പോലെ പറഞ്ഞിരിക്കുന്നത്, ഇന്നലെ ചെയ്തൊരബദ്ധം നാളത്തെ ആചാരമാകുമെന്ന്. ഏതായാലും ആശാൻ്റെ പ്രവചനം വെറുതെയായില്ല. കീഴ്വഴക്കങ്ങൾ താൽക്കാലികമാണെന്നറിയാത്ത ഏതോ ഉദ്യോഗസ്ഥർ ഇന്നും അത് തുടരുന്നു. രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കുന്ന ഈ ഉദ്യോഗസ്ഥരുടെ പ്രവൃത്തി ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ജനനന്മയും ക്ഷേമവുമാണ് ജനാധിപത്യത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ ഇതുപോലുള്ള കീഴ്വഴക്കങ്ങൾ മാറ്റപ്പെടേണ്ടതാണ്. ആശാൻ മുകളിൽ പറഞ്ഞതിൻ്റെ ബാക്കി പത്രമായി അതും കൂടി പറഞ്ഞിട്ടുണ്ട്. മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ അത് മാറ്റും നിങ്ങളെ തന്നെ. അഗതി തൊഴിലാളികൾ തെങ്ങിപ്പാർക്കുന്ന മൂക്കൻകുന്നിൽ നിന്നും ജലദോഷക്കുന്നിലേക്ക് ഒരു നടവഴി പണിതാൽ അതുമൂലം ആസാമിൽ നിന്നോ ബംഗാളിൽ നിന്നോ ബീഹാറിൽ നിന്നോ വന്ന് താമസിക്കുന്ന അഗതി തൊഴിലാളികളുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കുമെന്ന് വല്ല വിചാരവും ഈ കീഴ്വഴക്കങ്ങൾ തുടരുന്നവർക്കുണ്ടോ എന്നറിയില്ല. ഏതായാലും ഇല്ലാത്ത ചട്ടവും നിയമവുമായി നടത്തുന്ന ഈ പ്രക്രിയ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്.